Branches of economics. There are two branches of economics. They are microeconomics and macroeconomics. It was Ragnar Frisch of Uppsala University who classified economics into these two branches. It was in 1933. Macroeconomics. 1933 റാഗ്നർ ഫ്രിഷ് ആണ് ഇക്കണോമിക്സിനെ മൈക്രോ ഇക്കണോമിക്സ് എന്നും മാക്രോ ഇക്കണോമിക്സ് എന്നും രണ്ട് ബ്രാഞ്ചായി ക്ലാസിഫൈ ചെയ്തത്. നമുക്ക് എന്താണ് മാക്രോ ഇക്കണോമിക്സ് നോക്കാം. The word macro is derived from the Greek word macros. It means large. വലിയ എന്ന അർത്ഥമുള്ള, വലുത് എന്ന അർത്ഥമുള്ള ഗ്രീക്ക് വാക്കായ മാക്രോസിൽ നിന്നുമാണ് മാക്രോ എന്ന വാക്ക് ഡിറൈവ് ചെയ്തത്. മാക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഇക്കോണമി ആസ് എ ഹോൾ. ഇപ്പൊ ഇക്കോണമിയെ കുറിച്ച് മൊത്തത്തിലുള്ള പഠനമാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുക. ഇൻ മാക്രോ എക്കണോമിക്സ് we study about national income, gross national output, aggregate demand, aggregate supply, general price level, etc. മാക്രോ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത് അഗ്രിഗേറ്റ് വേരിയബിൾസിനെ കുറിച്ചാണ്. നാഷണൽ ഇൻകം പോലെ, ഗ്രോസ് നാഷണൽ ഔട്ട്പുട്ട് പോലെ, അഗ്രിഗേറ്റ് ഡിമാൻഡ് പോലെ, അഗ്രിഗേറ്റ് സപ്ലൈ പോലെ, ജനറൽ പ്രൈസ് ലെവൽ മുതൽ ഇങ്ങനെയുള്ള അഗ്രിഗേറ്റ് വേരിയബിളിനെ കുറിച്ചാണ് മാക്രോ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത്. Macroeconomics is also known as the theory of income and employment. പലപ്പോഴും മാക്രോഎക്കണോമിക്സിന്റെ മറ്റൊരു പേരാണ് തിയറി ഓഫ് ഇൻകം എന്നും തിയറി ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. നെക്സ്റ്റ് മൈക്രോ ഇക്കണോമിക്സ് ആണ്. The term micro is derived from the Greek word micros, which means small. ചെറുത് എന്ന അർത്ഥമുള്ള മൈക്രോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് മൈക്രോ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തത്. Microeconomics simply refers to the microscopic study of the economy. ഒരു ഇക്കോണമിയെ ഒരു മൈക്രോസ്കോപ്പിക്കിലൂടെയുള്ള ഒരു പഠനമാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദി ഇക്കോണമി ത്രൂ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിലൂടെ ഉള്ള ഒരു ദർശനമാണ് എന്താണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുക. So microeconomics deals with the problems of an individual or a firm or a consumer. കേവലം മൈക്രോ എക്കണോമിക്സ് നമ്മൾ ഇക്കോണമിയുടെ ഒരു ഭാഗത്തെ കുറിച്ച് മാത്രമാണ് പഠിക്കുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ കുറിച്ചാണ്, ഒരു ഫേമിന്റെ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. In microeconomics, a small part or a component of the whole economy is analyzed. സമ്പദ്വ്യവസ്ഥയുടെ ചെറിയൊരു ഭാഗത്തെ കുറിച്ച് മാത്രമാണ് മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കുക. മൈക്രോ ഇക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി ഓർ തിയറി ഓഫ് ഫേം. മൈക്രോ മറ്റൊരു പേരാണ് പ്രൈസ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് ഫേം എന്ന് പറയുന്നത്. ദെൻ എന്താണ് മാനേജറൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ? ദ ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഓഫ് എ ബിസിനസ് യൂണിറ്റ് ഈസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് യൂണിറ്റിന്റെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന് തന്നെയാണ്. ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെന്റ് ഹാസ് ടു ടേക്ക് സോ മെനി ഡിസിഷൻസ് ഓൺ ഡിഫറെന്റ് ബിസിനസ് പ്രോബ്ലംസ്. ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മാനേജ്മെന്റ് നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. മെനി ഓഫ് ദി ഡിസിഷൻസ് ആർ ടേക്കൺ അണ്ടർ ദി കണ്ടീഷൻസ് ഓഫ് അൺസർട്ടനിറ്റി. അല്ലെ, മിക്കവാറും എല്ലാ തീരുമാനങ്ങളും അനിശ്ചിതത്വത്തിലാണ് എടുക്കുന്നത്. വ്യക്തതയില്ല, ഭാവിയെ കുറിച്ച് വ്യക്തതയില്ല. Therefore decisions involve risk. ഏതൊരു ഡിസിഷൻ എന്തുണ്ട്? റിസ്ക് ഉണ്ട്. Hence the process of decision making becomes more complex in the ever changing environmental conditions. എന്തുകൊണ്ട് തന്നെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ തീരുമാനമെടുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമാണ്. In order to help business executives to solve their business and managerial problems, a new branch of economics had been developed in 1951. അതുകൊണ്ട് തന്നെ ബിസിനസ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് അവര് ബിസിനസ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കാനും തീരുമാനമെടുക്കുന്നതിനും സഹായിക്കുന്ന ഒരു ഇക്കണോമിക്സിലെ ബ്രാഞ്ച് 1951
ഡെവലപ്പ് ചെയ്യപ്പെട്ടു. ആ ബ്രാഞ്ചിന്റെ പേരാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. Let us find out what is the meaning and definitions of managerial economics. So managerial economics was first introduced by Joel D. He is considered to be the father of managerial economics. ആദ്യമായിട്ട് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സംഗതി ആവിഷ്കരിച്ചത് ജോയൽ ഡീൻ ആണ്. അദ്ദേഹത്തെയാണ് മാനേജറിയൽ ഇക്കണോമിക്സിന്റെ ഫാദർ എന്ന് വിളിക്കുക. So managerial economics is the use of economic analysis in the formulation of business policies. Business policyകളിൽ ബിസിനസ്സിൽ economic analysis ഉപയോഗിക്കുക എന്നതാണ് managerial economics എന്ന് പറയുന്നത്. Managerial economics is the application of the economic theories and analytical tools in managerial decision making. ഒരു ബിസിനസ് സംബന്ധിച്ച് അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇക്കണോമിക് തിയറിയെയും ഇക്കണോമിക്സിന്റെ മറ്റ് വിശകലന രീതികളെയും ഉപയോഗിക്കുക എന്നതാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. So it is a study of allocation of scarce resources available to a firm among various business activities like production, marketing, etc. Managerial economics is concerned with the application of economic theories to business management. So managerial economics എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ബിസിനസ് മാനേജ്മെന്റിൽ ഇക്കണോമിക് തിയറി അപ്ലൈ ചെയ്യുക എന്ന് തന്നെയാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇക്കണോമിക് കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഇൻ ദി പ്രോസസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ ഇക്കണോമിക് ആശയങ്ങളും ഇക്കണോമിക് സിദ്ധാന്തങ്ങളും ഉപയോഗിക്കുക എന്ന് തന്നെയാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. Okay, thank you.